പാട് എത്തി നാടം തവർ മലയാളത്തിൽ ഇന്ത്യ കോടും കല്ലൂർ നഗർദാനത്തിൽ. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്നും അവിടുന്ന് താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹും അതുപോലെ തന്നെ 18ഓളം വരുന്ന സഹാബത്തും കേരളക്കരയെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുകയും അങ്ങനെ പായക്കപ്പൽ മുഖേന അവർ കേരളത്തിൻ്റെ മണ്ണിൽ ഒരു കപ്പൽ കൊടുങ്ങല്ലൂരിലും മറ്റേ കപ്പൽ മധുരയുടെ കരയായ കായൽ പട്ടണത്തും എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്ന സംഘം എന്ത് ചെയ്തെന്നറിയുമോ? കാത്തും മോടി ബന്ദർ മണിതാജുദ്ദീൻ ഹാജിവാസിയത്തും കുറിയാൽ മുന്തി. താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു പോരുന്ന വഴിയിൽ വെച്ച് ഷഹർ മുക്കല്ലയിൽ അഥവാ ഇന്നത്തെ സലാലയിൽ വെച്ചുകൊണ്ട് ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ശക്തമായ പനി ബാധിച്ച് കിടപ്പിലായപ്പോൾ അദ്ദേഹം തൻ്റെ ഒപ്പം അള്ളാൻ്റെ റസൂല് പറഞ്ഞയച്ച പ്രവാചക അതായത് സഹാബത്തിന് ചില കുറിപ്പുകൾ എഴുതി കൊടുത്തിരുന്നു. ഞാൻ കേരളത്തിൽ ഏൽപ്പിച്ചു പോകുന്ന ആളുകൾക്ക് കൊടുത്താൽ അവർ നിങ്ങൾക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുറിപ്പടി ഇതാ ഇവിടെ വന്നുകൊണ്ട് കേരളത്തിൽ വന്ന് ചേരമാൻ പെരുമാളാവുന്ന താജുദ്ദീൻ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു പോയ ആ മന്ത്രിമാർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവരെല്ലാവരും ഇതാ സഹാബത്തിന് വേണ്ട വിധ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല ദിനൈ നടത്തിനർ ശറഹ് നൂലാം. അങ്ങനെ അനുവാദം കിട്ടിയപ്പോൾ അഥവാ താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മന്ത്രിമാർ അവർക്കെല്ലാ സൗകര്യങ്ങളും സഹാബത്തിന് ചെയ്തു കൊടുത്തു. ആ സമയത്ത് അവർ പല ഭാഗങ്ങളിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട വിധം പള്ളികളും അതുപോലെ തന്നെ താമസിക്കാനുള്ള വീടുകളുമൊക്കെ നിർമ്മിച്ചു എന്ന് മഹാകവി മോയിൻകുട്ടി വൈദ്യർ ഇവിടെ പറയുന്നു. ഉത്തേക്കോട്ടും കല്ലൂർ മുതൽ മറ്റെല്ലാം ഒരേ താലം നോക്കി ബനാബൈത്തല്ലാ. അങ്ങനെ കൊടുങ്ങല്ലൂരിൽ ആദ്യമായി ഒരു പള്ളി നിർമ്മിച്ചു. ഇന്നും ചേരമാൻ മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പള്ളിയാണ് ആദ്യമായി നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല മുക്കുമൂലകളിലും പല പള്ളികൾ നിർമ്മിച്ചു എന്ന് മഹാകവി മോയിൻകുട്ടി വൈദ്യർ പറയുന്നതോടൊപ്പം പരവിൽ തീഹാമിന്നിങ്കെടുത്ത് കൊണ്ട് വന്തേക്കാരും ഗൽകൾ പാതിനൊണ്ടുണ്ടേ മരുത പാടിയോരെ ഹജറുമ്പത്ത് മസ്ജിദാദിന് എണ്ണം പണിയും തീർത്ത് മക്കയിൽ നിന്നും വരുമ്പോൾ അവർ പള്ളികൾ നിർമ്മിക്കുമ്പോൾ ബർക്കത്തിന് വെക്കാൻ വേണ്ടി ചില കുറച്ച് കല്ലുകൾ കൊടുത്തിരുന്നു. 11 കല്ലുകൾ എന്നാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യരോട് വിവരിക്കുന്നത്. അതിൻ്റെ എണ്ണത്തിന് കേരളക്കരയിൽ പള്ളി നിർമ്മിച്ചു എന്ന് മഹാകവി മോയിൻകുട്ടി വൈദ്യർ പറയുന്നു. എവിടൊക്കെയാണ് പള്ളികൾ നിർമ്മിച്ചത്? ആരൊക്കെയാണ് പള്ളിയിലെ കാളിമാർ? തരുളർ മാലി കായ ഹബീബ് ദിനാർ തങ്ങൾ മായിന്തർ കാളികളും മാണാറ് പെരുകായിസ്ലാമൊരു തെരുബാലിയം പെറ്റും നഗർ 5 മികും ചാലിയം. എവിടൊക്കെയാണ് പള്ളി നിർമ്മിച്ചത്? എവിടൊക്കെയാണ് ഏതൊക്കെ പള്ളിയിൽ ആരൊക്കെ കാളിമാരായി എന്നറിയണ്ടേ? അടുത്ത എപ്പിസോഡിൽ അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം.